അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ആദ്യം നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കേൾക്കുക. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന പ്രായപൂർത്തിയാവാത്ത പ്രതികൾ ലഹരിക്കടിമകൾ. അക്രമം നടത്തുമ്പോൾ കുട്ടികൾ കഞ്ചാവ് ലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി ന്യൂസ് 18നോട്. കൊലപാതകം നടന്നത് തേക്കിൻകാട് മൈതാനത്ത്. വാർത്ത നമ്മൾ കേട്ടു, വിഷയവും നമ്മൾക്ക് മനസ്സിലായി. ഇനി മറ്റൊരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്ന് ശ്രദ്ധിച്ചു നോക്കുക. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുള്ളൂർക്കര എന്ന് പറയുന്നൊരു പ്രദേശത്ത് പുതുവത്സര ആശംസ നേരാത്തതിൻ്റെ പേരിൽ 24 കുത്തുകുത്തി, ഹാപ്പി ന്യൂ ഇയർ പറയാത്തതിൻ്റെ പേരിൽ 24 കുത്തുകുത്തി ഒരാളെ കുത്തിയ ഒരു സംഭവം. അതൊന്നങ്ങനെ. പൊന്നാനിയിൽ ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ മുൻ കൗൺസിലറായിരുന്ന ശ്യാമള അടക്കം ഏറെ കുടുംബാംഗങ്ങളെ ശത്രുക്കൾ വന്ന് മദ്യലഹരിയിൽ വന്ന് രാത്രി 11:30-ക്ക് വീട്ടിൽ കയറി അക്രമം നടത്തി. ശ്യാമളയുടെ കൈ പൊട്ടുകയും ചെയ്തു. ഇത് മറ്റൊരു വാർത്ത. ഇനി വേറൊന്ന്, ഈ പുതുവത്സര ദിനത്തിൽ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ കേരളത്തിൽ വിറ്റഴിച്ച മദ്യത്തിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. എല്ലാ വർഷവും വരുന്നതാണ്. ആ രംഗത്ത് വലിയ പുരോഗതിയും കുതിച്ചുചാട്ടവുമൊക്കെ നടക്കുകയാണ്. 108 കോടി രൂപയുടെ മദ്യമാണ് വിറ്റ് തീർത്തത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 13 കോടി കൂടുതലാണ് എന്നാണ്. ഇനി വേറൊരു വാർത്തയും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ബാറുകൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാറിൽ നിന്ന് മദ്യപിച്ച് കസ്റ്റമേഴ്സിനെ തല കറങ്ങി കാലിടറി യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഡ്രൈവറെ ഏർപ്പാടാക്കി കൊടുക്കണമെന്നാണ്. ബഹുരസമാണ് നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതി. ലോകം അതിദ്രുതം പല മേഖലയിലും വികസിച്ചും കുതിച്ചും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ വലിയ നേട്ടങ്ങളാണ് ലോകം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അത്തരം ചില ചുവടുവെപ്പുകളൊക്കെയുണ്ട്. എന്നാൽ നമ്മുടെ യുവസമൂഹത്തെ മയക്കിക്കിടത്തുകയും ഉറക്കിക്കിടത്തുകയും മദ്യലഹരിയുടെ ഉന്മത്തരാക്കി തലയുറക്കാത്ത കാലുറക്കാത്ത ഒരു യൗവനം സൃഷ്ടിച്ചെടുക്കുകയുമാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ വലിയ ഒത്താശയോടുകൂടി ഇപ്പോൾ നടക്കുന്നൊരു കാര്യം. ഈ സംഭവങ്ങളിൽ കത്തികൊണ്ട് കുത്തി എന്നൊക്കെ 14 വയസ്സുകാരനാണ് കുത്തിയ റിപ്പോർട്ട്. പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ കത്തി കിട്ടുന്നത്? ഒരു ചർച്ച നടക്കുമ്പോഴേക്ക്, ഒരു വാക്കേറ്റം ഉണ്ടാക്കുമ്പോഴേക്ക് കത്തി കൊണ്ട് കുത്തി എന്ന് പറയണമെങ്കിൽ കൂടെ കത്തി കൊണ്ട് നടക്കണം. മാരകമായ ആയുധങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നു നമ്മുടെ പ്രായപൂർത്തിയാകാത്ത മക്കൾ. ഇവരെ ഉപദേശിക്കാൻ നമ്മൾക്കിന്ന് കഴിയുന്നില്ല. മുതിർന്ന തലമുറ നേരത്തെയൊക്കെ ഇളം തലമുറയെ ഉപദേശിക്കുകയും ശാസിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഗുണഫലം നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതാ പൊന്നാനിയിൽ നടന്ന സംഭവത്തിൽ ഒരു കൗൺസിലർ തൻ്റെ വീട്ടിനടുത്ത് വന്ന് മദ്യപിക്കുകയും ലഹരി വിൽപ്പന നടത്തുകയും ബഹളം വെക്കുകയും ചെയ്തതിൽ ഇടപെട്ടതിനാണ് പാതിരാവിൽ വന്ന് ആ കുടുംബിനിയെ, ആ സ്ത്രീയെ മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ സാധാരണ സംഭവമായിട്ട് മാറുകയാണ് നമ്മുടെ നാട്ടിൽ. ഒരു ന്യൂജൻ ട്രെൻഡുകളുടെ കൂട്ടത്തിൽ ഇതുമൊക്കെ സംഭവിക്കുന്നു എന്നതാണ്. ഈ പുതുവത്സരം ആഘോഷിക്കുക, ക്രിസ്തുമസ് അഥവാ ഒരു വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ആഘോഷമാണ്, മതപരമായ ആഘോഷമാണ്. ഇതൊക്കെ ആഘോഷിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാകണമെന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ആഘോഷിക്കുകയല്ലേ എന്നൊരാൾ പറഞ്ഞാൽ അതിനർത്ഥം പെണ്ണും കള്ളും ഒന്നിച്ചു വേണമെന്നാണ്. ആഘോഷത്തിന് എത്ര മാന്യമായ അർത്ഥമുണ്ട്.
ആ പരിധിയിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാം. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുകയല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണും കള്ളും ഒരുമിച്ച് വേണമെന്നാണ് അതിനർത്ഥം. മലയാളി മനസ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. എന്തും ആഘോഷമാക്കി മാറ്റുക, ജീവിതം തന്നെ ആഘോഷവും വിനോദവുമാക്കി മാറ്റുക. അങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥവും ഗൗരവവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നു. ഇവിടുത്തെ നമ്മുടെ ഭരണകൂടങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന വലിയ സേവനങ്ങളുണ്ട്. ഈ ലഹരി വസ്തുക്കളുടെ ഈ കയ്യിലെത്താനുള്ള സാധ്യതകൾ അത് പരമാവധി നിയന്ത്രിക്കുക എന്നത്. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു നിയന്ത്രണവും വരുത്തുന്നില്ല എന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. പ്രസ്താവനകളല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഭരണകൂടത്തിൻ്റെ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട്, സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി വിൽപ്പന തടയാനും കുറക്കാനും അത് കൈകളിലേക്ക് എത്താനും ലഭ്യത കുറക്കാനുമൊക്കെയുള്ള സംവിധാനമാണ് വേണ്ടത്. പക്ഷേ റവന്യൂ വരുമാനത്തിൻ്റെ പേരിൽ ഇപ്പോഴിതാ എത്ര കോടിക്കാ ഈ പുതുവത്സരത്തിന് വിറ്റ് 108 കോടി. അങ്ങനെ വരുമാനം കിട്ടുന്നതിൽ ഏർപ്പാട് ഒഴിവാക്കാൻ കഴിയില്ല എന്നതാണ്. ഇവിടെ ഈ ലഹരി വസ്തുക്കളോടുള്ള സമീപനം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത് പോലുള്ളൊരു പാനീയമല്ല. മനുഷ്യൻ്റെ സ്വതന്ത്രമായ അസ്തിത്വം, അവൻ്റെ ശുദ്ധമായ തെളിമയാർന്ന വ്യക്തിത്വം അത് കളങ്കപ്പെടുത്തുകയും സ്വബോധം നഷ്ടപ്പെടുത്തുകയും ഏതോ മായാലോകത്ത് വിഹരിക്കുന്നവനാക്കി അവനെ മാറ്റുകയും ഏത് കടുങ്കയും ക്രൂരകൃത്യവും മുഖം നോക്കാതെ അറപ്പില്ലാതെ ചെയ്യാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നു ലഹരി വസ്തുക്കൾ. ഉദാഹരണങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ല. അമ്മയും പെങ്ങളും ഏതാണെന്നും ഭാര്യ ഏതാണെന്നും അയൽക്കാരി ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലൈംഗികത അവനെ കീഴടക്കുകയും അതൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നു. പോരാ, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പല ഡ്രൈവർമാരും മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് കഞ്ചാവ് അടിച്ച് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എത്ര അപകടങ്ങളാണ് വരുത്തുന്നത് നമ്മൾക്കറിയാം. കൊലപാതകങ്ങൾ ഇഷ്ടം പോലെ നടത്തുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമൊക്കെ അവകാശപ്പെടാറുണ്ട് നമ്മുടെ ഭരണ നേതാക്കന്മാരൊക്കെയും. ഗാന്ധിജിയുടെ ഇന്ത്യയെപ്പറ്റി ഇപ്പോഴും വാദോരാതെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ലഹരി മുക്ത മദ്യമുക്ത ഇന്ത്യ എന്നത്. ആർക്കും ഒരു താല്പര്യവും അതിലില്ല. അങ്ങനെ ഈ വരും തലമുറയെ രക്ഷിക്കാൻ കാരണമാകുന്ന ഒരു കാര്യത്തിലും ഒരു താല്പര്യവും കാണിക്കാതെ ഈ തരത്തിൽ ലഹരിയുടെ ലോകത്തേക്ക് അവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സഗൗരവം കാണേണ്ട ഒരു വിഷയം. രണ്ട് ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ ഈ ആവശ്യമുണ്ട്. ഒന്ന് ഉത്ബോധനം, അത് മതരംഗത്തുള്ളവർ, പള്ളികൾ നടത്തുന്നവർ, ചർച്ചുകൾ നടത്തുന്നവർ, അമ്പലങ്ങൾ നടത്തുന്നവർ, അവരൊക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് പുറമെ നിയമപരമായിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു സഹകരണത്തോടു കൂടിയുള്ള ഒരു നിയന്ത്രണം ഈ വിഷയത്തിൽ വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയും ഇതിന് ഉത്ബോധനം നൽകുന്ന, അതിനവസരം സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിക്കൊണ്ട് കൂടുതൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആകർഷിക്കാൻ, അവർക്ക് ലഹരിയാണ് കൊടുക്കേണ്ടതെങ്കിൽ ലഹരി കൊടുക്കുക, കാമമാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുക്കുക, കത്തിയാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുക്കുക എന്ന ഒരു തരത്തിലുള്ള പോക്കിരിത്തരം പഠിപ്പിക്കുന്ന ഈ നിലപാടുകളൊക്കെ വരും തലമുറയെ നശിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാവരും ജാഗ്രത കൈക്കൊള്ളണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.